എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങയൊക്കെ വറുത്തരച്ച് കൂണ് വെച്ചൊരു കറിയാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കാം. നല്ല ടേസ്റ്റോട് കൂടിയ ഈ കറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനു വേണ്ടി ഞാൻ 250 ഗ്രാം മഷ്റൂം ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ബോക്സിലാണ് 250 ഗ്രാം മഷ്റൂം കിട്ടുന്നത്. ഇവിടെ കിട്ടുന്നത് നല്ല ക്ലീൻ ചെയ്ത് നല്ല മഷ്റൂമാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുകളിലത്തെ ഇതുപോലെ പാട പോലെ ഒരു ലെയർ കാണും, അതിതുപോലെ എടുത്തങ്ങ് കളയുക കേട്ടോ. ഇവിടെ അങ്ങനെ എടുത്ത് കളയേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനെ നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഇതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം മീഡിയം ടൈപ്പ് മഷ്റൂം ആണെങ്കിൽ നടുക്കൂടെ തന്നെ കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്റ്റെമ്മ് പോലെ ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതങ്ങ് എടുക്കാം കേട്ടോ, എടുത്തങ്ങ് മാറ്റാം. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നടുക്കൂടെ ഇതിനെ കട്ട് ചെയ്ത് ഇതുപോലെ 2 വലിയ പീസാക്കി എടുക്കുക. അങ്ങനെ ഒരു മഷ്റൂമിനെ 4ആയിട്ട് കട്ട് ചെയ്യുക. അതല്ല മഷ്റൂം ഇച്ചിരി വലുതാണെന്നുണ്ടെങ്കിൽ നടുക്കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു പീസിനെ നിങ്ങൾക്ക് 3ആയിട്ട് കട്ട് ചെയ്യാവുന്നതാണേ. കാരണം ഇത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ മഷ്റൂം അങ്ങ് ചുരുങ്ങിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി വലിയ പീസായിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് 3-4 വെള്ളം നല്ലതായിട്ട് കഴുകണം. കാരണം ഇതിൻ്റെ മുകളിലൊക്കെ ചെറുതായിട്ട് മണ്ണൊക്കെ കാണും. അപ്പോൾ നല്ലതായിട്ട് ഇതിനെ കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം മഞ്ഞൾപ്പൊടിക്കകത്ത് ഇത് കിടക്കട്ടെ കേട്ടോ. മഞ്ഞൾപ്പൊടിക്ക് കിടക്കുന്ന ടൈമും കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഇവിടെ ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരുകി എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് കറക്കി എടുക്കണേ. അപ്പോൾ ഇങ്ങനെ പൊടി പൊടി പോലെ തേങ്ങ കിട്ടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് തേങ്ങ വറുത്തെടുക്കാൻ പറ്റും. ഇതിലോട്ട് ഞാൻ 5-6 കൊച്ചുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ നടുക്കൂടെ 2ആയിട്ടൊന്ന് പുലർത്തിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഞാൻ 5-6 പറ്റിൽമുളക് എടുത്തിട്ടുണ്ട്. എൻ്റെ ഇരിക്കുന്ന നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എരിവ് അനുസരിച്ച് ഇതിലോട്ട് മുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ പിന്നെ മുളക് പൊടിയൊന്നും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ എരിവ് അനുസരിച്ച് നിങ്ങൾ മുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. 1.5 ടീസ്പൂൺ മുഴുവൻ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ലേ. അതുപോലെ ഒരു 3 ചെറിയ പട്ട ഇതുപോലെ എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് മുറിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ഗ്രാമ്പു ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചക്കടല ജീരകം ഉണ്ടല്ലോ, അതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തീ മീഡിയത്തിലിട്ട് കൊടുത്ത് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ. അതുപോലെ നല്ല രീതിയിൽ ഇത് മൂത്ത് കിട്ടണം, എന്നാൽ മാത്രമേ കറിക്ക് നല്ലൊരു കളർ കിട്ടത്തുള്ളേ. നല്ല രീതിയിൽ മൂത്ത് വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇതങ്ങ് മാറ്റണം. ഇതേ പാത്രത്തിൽ ഇരിക്കുവാണെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോകും. ഇത് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പം ആദ്യം നിങ്ങൾ ഇതിനൊന്ന് പൊടിച്ചെടുക്കുക. നല്ലതായിട്ട് ഇത് പൊടിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ നല്ലതായിട്ട് അരച്ച് മാറ്റി വെക്കുക കേട്ടോ. ഇവിടെ ഞാൻ ഒരു വലിയ സവാള ഇതേ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 10-20 കൊച്ചുള്ളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ 3 അല്ലി വെളുത്തുള്ളി ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് കൊച്ചുള്ളി മാത്രം എടുക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പം 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തീയിൽ വെക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ആദ്യം തേങ്ങാക്കൊത്തങ്ങ് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരണം, അതുവരെ നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്ന ടൈം ആകുമ്പോഴത്തേക്ക് നടുക്കോട്ട് തേങ്ങാക്കൊത്തൊന്ന് മാറ്റിയിട്ട് ഈ സമയത്തിലോട്ട് ഒരു ശകലം കടുക് ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യമേ കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സമയം കടുക് ഇടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കറി വെച്ച് കഴിഞ്ഞ് ലാസ്റ്റ് നിങ്ങൾ കടുക് പൊട്ടിച്ചെടുത്താൽ മതിയേ. കടുവെല്ലാം പൊട്ടി വന്നു കഴിയുമ്പം സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതുണ്ടല്ലോ, ഇതങ്ങ് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളകും കൂടെ ഈ സമയത്ത് നിങ്ങൾ കീറിയിട്ട് കൊടുക്കണേ. എൻ്റെ കയ്യിലാകുമ്പോൾ പറഞ്ഞില്ലേ വറ്റൽമുളക് നല്ല എരിവുള്ളതായതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കാതിരുന്നത്. ഇതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പിലോട്ട് ഇട്ട് കൊടുത്ത് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ മാറി വരുന്ന സമയമാകുമ്പം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ഉണ്ടല്ലോ, അതങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മഷ്റൂം മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നല്ലോ, അത് ഒരു വെള്ളത്തിലൂടെ പിന്നെ കഴുകിയെടുത്തതാണ്. അതുകൊണ്ട് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ച സ്മെല്ല് മാറുന്നവരെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. അന്നേരം മഷ്റൂമിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വരും. വെള്ളമൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, തേങ്ങ വറുത്തരച്ചില്ലേ, ആ അരപ്പ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് മിക്സി കഴുകിയെടുത്ത് ഒരു ഗ്ലാസ് വെള്ളമുണ്ട്, അതും കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മഷ്റൂമിൽ നിന്ന് ഇനി കുറച്ച് വെള്ളം കൂടെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഗ്രേവി അനുസരിച്ചുള്ള വെള്ളം മാത്രം ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലോട്ട് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് പിഴിഞ്ഞെടുത്തതാണ്. അത് ഇതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കിയെടുക്കുക. നല്ല രീതിയിൽ ഇതൊന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പം
ഇതിനെ അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ഇതിനെ വേവിച്ചെടുക്കണം. മഷ്റൂമിന് അധികം വേവില്ല, അതുകൊണ്ട് ഒരു 10 മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതി. ഇപ്പം നിങ്ങൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കൂടുതല, അപ്പം അത്രയും നിങ്ങൾക്ക് ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ തീ കൂട്ടിയിട്ടോ അതില്ലെങ്കിൽ മീഡിയത്തിലിട്ട് കൊടുത്ത് നിങ്ങൾക്കിതിനെ വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ കറി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉള്ളൂ, ചാറൊക്കെ നല്ല കുറുകിയാണ് വന്നിരിക്കുന്നത്. മഷ്റൂം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചാറ് കാണുമ്പോൾ അറിയാം നല്ല കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. ഇനി തീ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറേയും കൂടെ അങ്ങ് കുറുകി വരും കേട്ടോ. ഈ സമയം നിങ്ങൾ ഉപ്പ് നോക്കുക, ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ എരിവ് കുറവ് എന്ന് തോന്നുവാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് ഗരം മസാലയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യമേ കടുക് പൊട്ടിക്കുന്നില്ല, ലാസ്റ്റിലാണ് കടുക് പൊട്ടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കടുക് പൊട്ടിച്ചിടാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ കുറുകിയ ചാറോടുകൂടിയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ നല്ല കുറുകിയിട്ടാണ് കറി ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെയല്ല തയ്യാറാക്കുന്നെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.